നമസ്കാരം. അമേരിക്കയും ഇറാനും തമ്മിൽ ഏർപ്പെട്ടിട്ടുള്ള വെടിനിർത്തൽ രണ്ടാം ദിവസത്തേക്ക് പ്രവേശിച്ചു. വെടിനിർത്തലിനെ ഒരു ഫ്രാജൈൽ ട്രൂസ് അല്ലെങ്കിൽ നൂലിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു വെടിനിർത്തൽ എന്നാണ് അമേരിക്കൻ അധികാരികൾ തന്നെ വിശേഷിപ്പിച്ചത്. കാരണം ഏത് നിമിഷവും തകരാൻ സാധ്യതയുള്ള ഒരു വെടിനിർത്തലായിട്ടാണ് ഇതിനെ അമേരിക്ക വിചാരിക്കുന്നത്. അതിൻ്റെ കാരണം നമുക്കറിയാം. വെടിനിർത്തൽ എന്ന് പറയുന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഹോർമുസ് വിട്ടുകൊടുത്തില്ലെങ്കിൽ ഇറാനെ പൂർണ്ണമായിട്ടും സ്റ്റോണേജിലേക്ക് മാറ്റും, ഇറാൻ സിവിലൈസേഷൻ തന്നെ തുടച്ചു നീക്കും എന്ന് ട്രംപ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പക്ഷേ ലോകം മുഴുവൻ അതിനെ ചൊല്ലി ട്രംപിനെതിരെ നിൽക്കുന്ന ഒരു സമയത്ത് ഇറാനിൽ നിന്ന് വന്ന 10 നിർദ്ദേശങ്ങളെ ചൊല്ലിയാണ് വെടിനിർത്തൽ ഉണ്ടാവുന്നത്. ഹോർമുസ് കടലിടുക്ക് തുറക്കാം, ആ കടലിലേക്ക് തുറക്കണമെന്നുള്ളതായിരുന്നു ട്രംപിൻ്റെ ഡിമാൻഡ്. കടലിലേക്ക് തുറന്നില്ലെങ്കിൽ ഇറാനെ സ്റ്റോണേജിലേക്ക് എത്തിക്കും, ഇറാൻ സിവിലൈസേഷൻ ഇല്ലാതാക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. ഹോർമുസ് കടലിടുക്ക് തുറക്കാം എന്ന പ്രോമിസോടുകൂടി ഇറാൻ മുൻപോട്ട് വെച്ച 10 പരിപാടിയുടെ അടിസ്ഥാനത്തിലെന്ന് പറയപ്പെടുന്നു പാകിസ്ഥാൻ്റെ മീഡിയേഷനിലാണ് വെടിനിർത്തൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ 10 പരിപാടിയിൽ ഒന്നാമത്തെ തന്നെ അതിൽ വെടിനിർത്തൽ വന്നു കഴിഞ്ഞ ഉടനെ പിന്നെ ജയപരാജയങ്ങളെക്കുറിച്ചുള്ള ഗോഗ്വാവിളികളായി. ഇറാൻ പറഞ്ഞു, ഞങ്ങൾ ശത്രുക്കളെ പരിപൂർണമായിട്ടും പരാജയപ്പെടുത്തി, അവരെ ഞങ്ങളുടെ മുമ്പിൽ സാഷ്ടാംഗം വീണ് വെടിനിർത്തണമേ എന്ന് പറഞ്ഞ് നിലവിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് തങ്ങൾ വെടിനിർത്തിയതെന്ന് പറഞ്ഞു തരാനറിയാൻ പാടില്ല. കാരണം പറയാൻ അവിടെ ആരുമില്ല. അവരുടെ തലപ്പത്തിരിക്കുന്ന ആളുകൾ മുഴുവൻ തന്നെ നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടു. ദിവസം ഫെബ്രുവരി 28-നാണ് യുദ്ധം തുടങ്ങിയത്. തുടങ്ങിയ ദിവസം തന്നെ ഇറാൻ്റെ സുപ്രീം കൗൺസിൽ എന്ന് പറയുന്ന ഇറാനെ നിയന്ത്രിക്കുന്ന മത കൗൺസിലിനെ അതിൻ്റെ തലവനായ ഖമനേയിയോടൊപ്പം കൊന്നുകൊണ്ടാണ് ഈ യുദ്ധം തുടങ്ങിയത്. എന്ന് പറഞ്ഞാൽ ഡേ 1-ൽ തന്നെ ഇറാൻ പരാജയപ്പെട്ടതാണ്. അപ്പോൾ ഇവർക്ക് പിന്നെ വിജയാഹ്വാനം മുഴക്കാനായിട്ടൊരു നേതാവില്ല. ഇന്ന് ഞാൻ ജയിച്ചു എന്ന് പറയാൻ നേതാവ് വേണ്ടേ. ഖമനേയി ആദ്യത്തെ ദിവസം തന്നെ കൊല്ലപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ബാക്കി പത്രമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പെറുക്കി കൂട്ടി ഒരു ശവസംസ്കാരം നടത്താൻ പോലും ഇതുവരെ ഇറാന് സാധിച്ചിട്ടില്ല. എന്നിപ്പോൾ മാർച്ച് 9, ഫെബ്രുവരി 28-നാണ് ഖമനേയി കൊല്ലപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ ശവസംസ്കാരം ഇതുവരെ നടത്താൻ അവരെ കൊണ്ട് സാധിച്ചിട്ടില്ല. കുഞ്ഞു ഖമനേയിയായിട്ട് സ്ഥാനം ഏറ്റെടുത്ത ഇദ്ദേഹത്തിൻ്റെ മകൻ മോജുറ്റാബ മരണത്തിനും ജീവനും ഇടയിലുള്ളൊരു നൂൽപ്പാലത്തിൻ്റെ മേലെ കയറി നിൽക്കുകയാണെന്നും ആ 28-ാം തീയതിക്ക് ശേഷം അദ്ദേഹം വെള്ളം കുടിച്ചിട്ടില്ലെന്നും കണ്ണു തുറന്നിട്ടില്ലെന്നും ലോകത്തിനെല്ലാം വ്യക്തമായി. ഇനി അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് വല്ലതും സംസാരിക്കണമെങ്കിൽ നമ്മൾ പിണറായി വിജയനൊക്കെ പോയി ചികിത്സിക്കുന്ന അമേരിക്കയിലെ ആശുപത്രിയിലെങ്ങാൻ പോയി കിടന്നാൽ അദ്ദേഹം കണ്ണു തുറക്കുമെന്നുള്ളത് അറിയാം. ആ അവസ്ഥയിലാണ് അദ്ദേഹത്തിൻ്റേതുള്ളത്. എന്നിട്ടും പറയുന്നത് ഞങ്ങൾ ജയിച്ചു എന്നാണ് അവർ പറയുന്നത്. ഈ അവസാനത്തെ ദിവസം വരെ ഇവരെ ഓരോരുത്തരെയായി കസേര കയറ്റിയിരുത്തുന്നവനെയൊക്കെ ഇസ്രായേൽ തട്ടി വിടും. കസേരയുടെ മുകളിൽ ഇപ്പം ആരുമില്ലാത്ത അവസ്ഥയാണ്. ആ ഒരു അവസ്ഥയിലുള്ള ഇറാൻ പറയുന്നു തങ്ങളാണ് യുദ്ധം ജയിച്ചതെന്ന്. ആയിക്കോട്ടെ, അവർ യുദ്ധം ജയിച്ചു. അപ്പം അതിനെ സംബന്ധിച്ച് തർക്കം അവിടെ അവസാനിക്കുന്നു. ഇറാൻ ജയിച്ചു എന്ന് ഈ വിധത്തിൽ ജയിച്ചു എന്ന് സംബന്ധിച്ചുകൊണ്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് കടന്നാൽ ഇസ്രായേലിൻ്റെ നിലപാടെന്തായിരുന്നു? യുദ്ധം ഈ ഒരു സ്റ്റേജിൽ നിർത്തുന്നതിനോട് ഇസ്രായേൽ എതിരായിരുന്നു എന്നുള്ളതാണ് സത്യം. അവരുടെ കണക്കുകൂട്ടൽ പ്രകാരം ഏകദേശം 70% ടാർഗറ്റുകൾ മാത്രമാണ് പൂർണ്ണമായിട്ടുള്ളത്. 30% ടാർഗറ്റുകൾ ഇനിയും ബാക്കിയുണ്ട്. അവരുടെ ടാർഗറ്റുകൾ അവർ വ്യക്തമായി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അത് ഈ മദർ റെജിമിൻ്റെ ഈ സുപ്രീം കൗൺസിലിൻ്റെ കീഴിൽ വരുന്ന മുഴുവൻ സ്ഥാപനങ്ങളും അവരുടെ ടാർഗറ്റാണ്. അത് പോലീസ് സ്റ്റേഷൻ ആയിക്കൊള്ളട്ടെ, IRGCയുടെ ഹെഡ്ക്വാർട്ടേഴ്സുകളായിക്കൊള്ളട്ടെ, മിസൈൽ സൂക്ഷിച്ചിട്ടുള്ള സ്ഥലമായിക്കൊള്ളട്ടെ, മിസൈൽ അയക്കുന്ന സ്ഥലമായിക്കോട്ടെ, മിസൈൽ നിർമ്മിക്കുന്ന സ്ഥലമായിക്കോട്ടെ, ആണവായുധങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥലമായിക്കോട്ടെ, ഈ സുപ്രീം കൗൺസിലുമായി ബന്ധപ്പെട്ട മുഴുവനും അവരുടെ ടാർഗറ്റുകളാണ്. അത്തരം ടാർഗറ്റുകളിൽ 70% കഴിഞ്ഞിട്ടുള്ളൂ, ബാക്കി കൂടി തീർത്തിട്ട് മതി എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ നിലപാടുണ്ടായിരുന്നത്. പക്ഷേ അമേരിക്കൻ നിലപാട് എന്താണോ അതിനോട് അവർ ചേർന്ന് നിൽക്കും എന്നുള്ളതാണ് അവരുടെ ലൈൻ. 2, ലെബനോൺ എന്നുള്ളൊരു കാര്യം, അത് അവരുടെ 10 പോയിന്റിൽ ഇറാൻ മുൻപോട്ട് വെച്ച സമാധാന കരാറിൽ ഒന്നാമത്തെ കാര്യമായി പറഞ്ഞിരിക്കുന്നത് ഇറാനിൽ വെടിനിർത്തൽ ഉണ്ടാകുന്നതോടെ ലെബനോണിലും ഹൂത്തികളുമായുള്ള യമനിലെയും അതുപോലെ ഇറാഖിലെ ഷിയ തീവ്രവാദികളുടെ നേരെയുള്ള ആക്രമണവും നിർത്തിവെക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഇസ്രായേൽ എൻഗേജ്ഡ് ആയിട്ടുള്ളത് ലെബനോണിലാണ്. ലെബനോണിലെ ഹിസ്ബുള്ളകളുമായിട്ട് ഇസ്രായേൽ എൻഗേജ്ഡാണ്. അപ്പോൾ ഇസ്രായേൽ പറഞ്ഞു അതൊന്നുമില്ല, അതൊന്നും ഒരു പാക്റ്റിൻ്റെ ഭാഗമല്ല. പാകിസ്ഥാൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, പാകിസ്ഥാൻ അതറിഞ്ഞാൽ മതി, ഞങ്ങൾക്കത് അറിയേണ്ട ആവശ്യമില്ല, ഞങ്ങൾ അങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുമില്ല, അങ്ങനത്തെ ഒരു വെടിനിർത്തലിൻ്റെ വിഷയവുമില്ല. ഇത് ഇറാനുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ദിസ് ഈസ് ബിറ്റ്വീൻ US ആൻഡ് ഇറാൻ. ഇറാനും അമേരിക്കയ്ക്കും ഇടയിലുള്ള കരാറാണ്, ഞങ്ങളിതിനകത്ത് ഭാഗമല്ല. അമേരിക്ക കരാറിനകത്ത് ഭാഗമായാൽ അമേരിക്ക പറയുന്നത് ഞങ്ങൾ അനുസരിക്കും, അത്രേ ഉള്ളൂ. അല്ലാതെ
ഇറാനും അമേരിക്കയും തമ്മിലുണ്ടാക്കുന്ന കരാറിൻ്റെ മുഴുവൻ ഭാഗങ്ങളുമൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല. ലെബനോണിൽ ഞങ്ങൾ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് വർദ്ധിപ്പിക്കും, അത് ഞങ്ങളുടെ പണിയാണ്. അതിനവർ പകരമായിട്ട് ഇന്നലെ അതിഭീകരമായിട്ട് ലെബനോണിൽ ആക്രമിച്ചു. ഇതുവരെ ആക്രമിച്ചതിൻ്റെ എല്ലാം കൂടെ കൂട്ടി ഇന്നലെ ആക്രമിച്ചു. ഏകദേശം 400-ഓളം ആളുകൾ ഇന്നലെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. അത് ലെബനോണിൻ്റെ തലസ്ഥാനമായ ബെയ്റൂറ്റിൽ തന്നെയാണ് അവർ അത്തരം ഒരു ആക്രമണം സംഘടിപ്പിച്ചത്. ഈ കരാറിൻ്റെ ഭാഗമല്ല ലെബനോൺ എന്നും ഈ കരാർ തങ്ങൾക്ക് എന്ത് വിലയുണ്ടെന്നും കാണിക്കാൻ വേണ്ടി ഇസ്രായേൽ അത് ചെയ്തതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇതിലിടയിലുള്ളത് പാകിസ്ഥാനാണ്. അപ്പോൾ ഇസ്രായേൽ പറഞ്ഞു ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന ആൾ ഇത്തരം കാര്യങ്ങൾക്കൊന്നും ഇടയ്ക്ക് നിൽക്കാൻ കൊള്ളാവുന്ന ഒരാളൊന്നുമല്ല. അമേരിക്ക അവരെ പിടിച്ച് ഇടയ്ക്ക് നിർത്തിയിട്ടുണ്ട്, ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. അമേരിക്ക ഇങ്ങനെയുള്ള ആളുകളെ ഖത്തറിനെയും ടർക്കിയെയും പാകിസ്ഥാനെയും പോലുള്ള റൗഡി രാജ്യങ്ങളെയൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് പിടിച്ച് നിർത്താറുണ്ട്. അത് അവർ തമ്മിലുള്ള ഇടപാടാണ്, ഞങ്ങൾക്കതിൽ പ്രശ്നമൊന്നുമില്ല. അപ്പം അവരെ ഉപയോഗിക്കാറുണ്ട് എന്നൊരു വാക്കാണ് ഇസ്രായേൽ ഇവിടെ ഉപയോഗിച്ചത്. ഈ ടർക്കിയെയും ഖത്തറിനെയും പാകിസ്ഥാനെയും ഒക്കെ അമേരിക്ക ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അത് അമേരിക്ക ഉപയോഗിച്ചോട്ടെ, ഞങ്ങൾക്കതിൽ കാര്യമൊന്നുമില്ല. ഞങ്ങളെ സംബന്ധിച്ച് അമേരിക്ക പറയുന്നത്, ഞങ്ങളുടെ സഖ്യകക്ഷിയാണ് അമേരിക്ക. അമേരിക്ക പറയുന്നതിൽ അമേരിക്കയ്ക്ക് അനുകൂലമായി ഞങ്ങൾ നിൽക്കും എന്നാണ് നെതന്യാഹുവും അതുപോലെ ഇസ്രായേലിൻ്റെ വിദേശകാര്യമന്ത്രിയും പറഞ്ഞത്. അപ്പോൾ ഇതിന് മറുപടിയായിട്ട് അമേരിക്ക പറഞ്ഞു ഈ ലെബനോൺ ഇതിനകത്ത് പെട്ടിട്ടില്ല, ഈ കരാറുമായി ലെബനോൺ ബന്ധമില്ല, ഇറാനിലെ കാര്യം മാത്രം സംസാരിച്ചാൽ മതി, വേറെ വലിയ വിശേഷങ്ങളൊന്നും ഇറാൻ സംസാരിക്കേണ്ട എന്ന നിലപാടിലേക്ക് അവരെത്തി. ഇനി IRGCയെ സംബന്ധിച്ച് ഇവർ വെടിനിർത്തൽ നടത്തി എന്ന് പറഞ്ഞതിന് ശേഷവും ആക്രമണങ്ങൾ തുടരുന്നുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലേക്ക് ആക്രമണം തുടരുന്നുണ്ട്. ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ള ആക്രമണം നടത്തുന്നുണ്ട്. ഇറാൻ്റെ ഭാഗത്തുള്ള ആക്രമണങ്ങൾ കുറഞ്ഞു, ഓൾമോസ്റ്റ് നിന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഹെസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് ആക്രമണങ്ങൾ വരുന്നുണ്ട്. ഹെസ്ബുള്ളയെ ഇസ്രായേലും ആക്രമിക്കുന്നുണ്ട്. എന്തായാലും ഹെസ്ബുള്ളയുടെ ആക്രമണം ഇറാൻ്റെ ആക്രമണം തന്നെയായി പരിഗണിക്കാവുന്നതാണ്. അപ്പോൾ അവിടെയും ആക്രമണം നടക്കുന്നു. ഗൾഫ് രാജ്യങ്ങളിലേക്ക് പലതിലേക്കും ഇന്നലെ ഇറാൻ്റെ മിസൈൽസ് വന്നിട്ടുണ്ട്, അതിനെയൊക്കെ തടുത്തിട്ടുണ്ട്. കൂടാതെ ഇറാൻ്റെ ഡീപ്പ് ഇൻറ്റീരിയർ സിറ്റികളിൽ 3 ശക്തമായ സ്ഫോടനം കേൾക്കുന്നു എന്ന് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ആരാണ് ഇറാനിൽ കൊണ്ടുപോയി ബോംബിടുന്നത് എന്ന് അറിയാൻ പാടില്ല, അതവിടെ നടക്കുന്നുണ്ട്. ട്രംപിനെ സംബന്ധിച്ച് ട്രംപിൻ്റെ നാട്ടിലെ മാധ്യമങ്ങളും ഡെമോക്രാറ്റ്സും ചേർന്ന് ട്രംപിന് നേരെ ഒരുക്കിയ പ്രഷറാണ് ഇങ്ങനത്തെ ഒരു കരാറിലേക്ക് എത്തണം എന്ന് ട്രംപിന് നിർബന്ധമായി വന്നത്. ഇപ്പോൾ ഡെമോക്രാറ്റ്സിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന വലിയ നിലവിളി, അതുപോലെ ഹ്യൂമൻ റൈറ്റ് ഓർഗനൈസേഷൻസ് പോലുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പരസ്യം, അത് ആളുകളുടെ ഇടയിൽ ഉണ്ടാക്കുന്ന ഒരു പ്രയാസം 1. 2, മാധ്യമങ്ങളെല്ലാം ഒരു പക്ഷത്തേക്ക് ചാഞ്ഞുകൊണ്ട് എഴുതുന്നു. ഇന്നലെ CNN-നെതിരെ ട്രംപ് ശക്തമായി പ്രതികരിക്കുകയും CNN-നെതിരെ നടപടിയെടുക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. വേറെ ഗൾഫ് രാജ്യങ്ങൾക്ക് ഏൽക്കുന്ന പരിക്കാണ്. ഈ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് അടി കിട്ടുന്ന മുഴുവൻ ഗൾഫ് രാജ്യങ്ങൾക്കാണ്. ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കൻ അലയാണ്. അപ്പോൾ അവർക്ക് ഏൽക്കുന്ന പരിക്ക് ട്രംപിനെ സംബന്ധിച്ച ഒരു വിഷയമാണ്. 3, ഹോർമൂസ് കടലെടുക്ക് എന്ന് പറയുന്ന സംഗതി ലോകരാജ്യങ്ങളെ മുഴുവൻ ബാധിക്കുന്നതാണ്. ആ ലോകരാജ്യങ്ങളെന്ന് പറയുമ്പോൾ അതിൽ ബഹുഭൂരിഭാഗവും അമേരിക്കയുടെ അലൈസ് തന്നെയാണ്. അപ്പോൾ ഈ ഹോർമൂസ് തുറന്നു കിട്ടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി ആയതുകൊണ്ട് ലോകത്തിലെ ഓയിലിൻ്റെ അവൈലബിലിറ്റി സുഗമമാക്കിയില്ലെങ്കിൽ അത് മറ്റ് പല കാര്യങ്ങളിലേക്കും, റഷ്യ പണം വാരിക്കൂട്ടുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് അത് നീങ്ങുമെന്നതുകൊണ്ട് ഈ യുദ്ധം അവസാനിപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ യുദ്ധത്തിനൊരു വെടിനിർത്തൽ ഉണ്ടാവേണ്ടത് അമേരിക്കയുടെയും കൂടി ആവശ്യമായിരുന്നു എന്നുള്ളൊരു വസ്തുതയാണ്. അപ്പോൾ ഇതിൽ ശരിക്കും ഏറ്റവും ഇതിനകത്ത് ഒരു വെടിനിർത്തൽ എന്നുള്ളത് ആവശ്യമായി വന്നത് പാകിസ്ഥാനാണ് എന്നുള്ളതാണ് പുതിയ അനാലിസിസുകൾ സൂചിപ്പിക്കുന്നത്. പാകിസ്ഥാൻ ഇതിനകത്ത് പെട്ടുപോയ ഒരു കുടുക്കുണ്ട്. പണ്ട് കുരങ്ങം പെട്ടുപോയതുപോലത്തെ ഒരു ആപ്പിനകത്താണ് പാകിസ്ഥാൻ പോയിട്ട് പെട്ടത്. ഇത് പാകിസ്ഥാൻ സൗദി അറേബ്യയുമായിട്ട് പോയിട്ട് ഒരു കരാർ വെച്ചു. സൗദി അറേബ്യയ്ക്ക് സൗദി അറേബ്യയുടെ നേരെ ആക്രമണങ്ങൾ ഉണ്ടായാൽ പാകിസ്ഥാൻ സഹായിക്കും, പാകിസ്ഥാനെതിരെ ആക്രമണങ്ങൾ ഉണ്ടായാൽ സൗദി അറേബ്യ സഹായിക്കും എന്നുള്ളതാണ് ഈ കരാർ ഉണ്ടായിരുന്നത്. ഈ കരാറിനകത്ത് പാകിസ്ഥാൻ കണ്ട മനോഹരമായ സ്വപ്നം, ഇന്ത്യ ഇനി എപ്പോഴെങ്കിലും പാകിസ്ഥാനെ ആക്രമിച്ചാൽ സൗദി അറേബ്യയുടെ ഒരു സഹായം തങ്ങൾക്ക് കിട്ടും. സൗദി അറേബ്യ മുസ്ലിം രാജ്യങ്ങളുടെ ഒരു തലവനായതുകൊണ്ട് മുസ്ലിം രാജ്യങ്ങളുടെ മൊത്തം സഹായവും ഏറ്റവും ചുരുങ്ങിയതൊരു മോറൽ സപ്പോർട്ടെങ്കിലും തങ്ങൾക്ക് കിട്ടും എന്നുള്ളതായിരുന്നു അസിം മുനീറിൻ്റെ ഇത് ഒപ്പിടുമ്പോഴുള്ള മനോഹരമായ സ്വപ്നം. താൻ ഊരിയത് വാസ്തവത്തിൽ പണ്ട് കൊരങ്ങൻ ആ തടിയുടെ ഇടയിൽ ആശാരിമാർ അടിച്ചു വെച്ചിരുന്ന ആപ്പ് ഊരിയതുപോലെ ഊരിയ ഒരു ആപ്പായിരുന്നു എന്നുള്ളത് ഈ അസിം മുനീറിന് മനസ്സിലായില്ല. കറക്റ്റായിട്ട് വന്ന് പെട്ടു. വിതിൻ 1.5 മന്ത്, 1.5 മാസത്തിന് അകം ഇറാനുമായിട്ടുള്ള യുദ്ധം തുടങ്ങി. വാസ്തവത്തിൽ ഇറാനുമായിട്ടുള്ള ഈ യുദ്ധം മുന്നിൽ കണ്ടുകൊണ്ട് ഇസ്രയേലും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും ചേർന്ന് ഒരുക്കിയ ഒരു കെണിയിൽ പാകിസ്ഥാൻ പോയി വീഴുകയായിരുന്നു എന്നാണ് പുതിയ അനാലിസിസുകൾ കാണിക്കുന്നത്. കാരണം സൗദി അറേബ്യ ആക്രമിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാന് ഇതിൽ പങ്കെടുക്കാതിരിക്കാനാവില്ല. യുദ്ധത്തിൻ്റെ ഡേ നമ്പർ 1 മുതൽ സൗദി അറേബ്യയ്ക്ക് നേരെ ആക്രമണങ്ങളുണ്ടായി. അത് സൗദി അറേബ്യയ്ക്ക് നേരെയുള്ള ആക്രമണങ്ങളെ മിനിമൈസ് ചെയ്ത് നിർത്താൻ ഇറാൻ ശ്രദ്ധിച്ചിരുന്നു. കാരണം പാകിസ്ഥാനുമായുള്ള ഈ കരാറ് ഇറാനും അറിയാം. അപ്പോൾ പാകിസ്ഥാൻ അവിടെ പോയി കരയുന്നുണ്ട്. പാകിസ്ഥാൻ ഇറാനുമായി ലിങ്കുണ്ട്.
സൗദി അറേബ്യ ഒഴിവാക്കണം, സൗദി അറേബ്യ ഒഴിവാക്കണം, സൗദി അറേബ്യ ഒഴിവാക്കണം. പക്ഷേ അത് IRGC എന്ന് പറയുന്ന ഒരു നിയന്ത്രണമുള്ള സംഭവമൊന്നുമല്ല. അതങ്ങനെ രാജ്യത്ത് മുഴുവൻ ചെതറി കിടക്കുന്ന ഒരു സാധനമാണ്. അതിനൊരു നോർമലായിട്ടുള്ള നേതൃത്വമില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് IRGC വെടിനിർത്തൽ കരാറിൽ ഒപ്പിട്ടതിന് ശേഷവും ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാവുന്നത്. ഈ മാളങ്ങളിൽ ഒളിച്ചിരിക്കുന്ന ഈ മാളജീവികളായിട്ടുള്ള IRGCയുടെ ഭടന്മാരിൽ പലരും ഈ വെടിനിർത്തൽ കരാറിനെ കുറിച്ച് അറിഞ്ഞിട്ടേ ഇല്ല. അവരവിടെ ഇരുന്നുകൊണ്ട് തങ്ങളുടെ കയ്യിലുള്ള ആയുധം അവർക്ക് തോന്നുന്ന ആളുകളുടെ നേരെയൊക്കെ അവരുടെ മേധാശക്തി അനുസരിച്ച് അവരെ അയച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് വിടാൻ പറ്റുന്ന സ്ഥലത്തോട്ടൊക്കെ അവരെ അയച്ചുകൊണ്ടിരിക്കുകയാണ്. യുദ്ധം തീർന്നവർ അറിഞ്ഞിട്ടില്ല. ഇതേ കാര്യം തന്നെയാണ് ഈ പാകിസ്ഥാനും ഈ IRGCയുടെ അല്ലെങ്കിൽ മത തീവ്ര സംഘത്തിൻ്റെ നേതൃത്വവുമായുള്ള ആ കരാറിനകത്ത് IRGCയെ നിയന്ത്രിക്കാൻ ആ സംഘത്തിന് കഴിയുന്നില്ല. സൗദി അറേബ്യയ്ക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നു. അങ്ങനെ യുദ്ധം ഇന്നലെ വരെ എത്തുന്നു. അവസാനം ട്രംപിൻ്റെ 48 അവർ അവസാനത്തെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഭീഷണി വരുന്നു. ആ ഭീഷണിക്ക് തൊട്ട് മുമ്പ് തന്നെ സൗദി അറേബ്യ പലതവണ പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടു ഈ യുദ്ധത്തിൽ ഇടപെടണം, ഇല്ലെങ്കിൽ പാകിസ്ഥാൻ ഒരുപാട് കാശ് ഇതിൻ്റെ പേരിൽ സൗദി അറേബ്യയിൽ നിന്ന് കടം വാങ്ങിയിട്ടുണ്ട്, അത് തിരിച്ചടയ്ക്കേണ്ടി വരും എന്നുള്ള ഭീഷണി അതിൻ്റെ മുകളിൽ മുഴക്കുന്നു. അപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ച് എങ്ങനെയെങ്കിലും ഈ യുദ്ധം അവസാനിപ്പിച്ചില്ല, തങ്ങളുടെ കാര്യം ബുദ്ധിമുട്ടാകും, തങ്ങൾ യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കപ്പെടും എന്നുള്ള പ്രയാസം വരുന്നു. അങ്ങനെ 48 മണിക്കൂറിൻ്റെ അൾട്ടിമേറ്റം ട്രംപ് പ്രഖ്യാപിക്കുന്നു. അതിനുശേഷം ഒരു വലിയ ആക്രമണം സൗദി അറേബ്യയുടെ നേരെ ഉണ്ടാകുന്നു. അവരുടെ ഒരു വലിയ എണ്ണ ശേഖരത്തിന് നേരെ ഇറാൻ ആക്രമിക്കുന്നു. അപ്പോൾ സൗദി അറേബ്യ അൾട്ടിമേറ്റം കൊടുത്തു, യുദ്ധത്തിൽ ഇടപെട്ടേ പറ്റൂ, ഞങ്ങളെ വലുതായിട്ട് ആക്രമിച്ചു. ഇനി പാകിസ്ഥാൻ ഈ യുദ്ധത്തിൽ ഇടപെടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അമേരിക്ക ഇതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. അൾട്ടിമേറ്റം നിലനിൽക്കുകയാണ്. പാകിസ്ഥാൻ യുദ്ധത്തിൽ ഇടപെടുക എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ കരസേനയാണ് ഇടപെടേണ്ടി വരിക. വാസ്തവത്തിൽ ഇറാൻ്റെ കരസേനയുമായി ഏറ്റുമുട്ടാൻ ശേഷിയുള്ള ഒരു കരസേന ഇപ്പോൾ ആ പ്രദേശത്തുള്ളത് പാകിസ്ഥാൻ്റെ കയ്യിൽ മാത്രമാണ്. പാകിസ്ഥാൻ്റെ കരസേനയ്ക്ക് ഇറാൻ്റെ കരസേനയുമായി മുട്ടി നിൽക്കാൻ പറ്റും. അപ്പോൾ പാകിസ്ഥാൻ്റെ കരസേനയെ ഉപയോഗിച്ച് ഇറാന് നേരെ ആക്രമണം നടത്തുകയും ഈ അൾട്ടിമേറ്റത്തിന് ടൈം കഴിയുന്നതോടെ ട്രംപ് ആകാശയുദ്ധം അതിഭീകരമാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. അതിഭീകരമായ ആക്രമണം ഇറാനിലുണ്ടാകുമ്പോൾ ഇറാൻ അതുപോലെ തന്നെ തിരിച്ച് അറബ് രാജ്യങ്ങൾക്ക് നേരെ ആക്രമിക്കും. അറബ് രാജ്യങ്ങൾ ഇറാൻ പോലെ ഒത്തിരി പരന്നു കിടക്കുന്നൊന്നുമല്ല. ഇറാൻ ആക്രമിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. ഇറാൻ ഒത്തിരി പരന്നു കിടക്കുന്ന സ്ഥലങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇറാനിൽ ആക്രമിക്കണമെങ്കിൽ അമേരിക്ക പോലത്തെ ഒരു വലിയ രാജ്യത്തിനെ പറ്റുള്ളൂ. എല്ലാ സ്ഥലങ്ങളിലും പോയിട്ട് ആക്രമിക്കണം. ഇസ്രായേൽ അതിൻ്റെ പുറകിലുണ്ട്. അവർ മിണ്ടാതെ നിന്ന് അവർക്ക് വേണ്ടത് ചെയ്യണം. അപ്പോൾ അമേരിക്കയുടെ വലിയ ആക്രമണം അവരുടെ എനർജി സ്റ്റേഷൻസിന് നേരെ, അവരുടെ പാലങ്ങൾക്ക് നേരെ, അവരുടെ സർവ്വ സൗകര്യങ്ങൾക്കും നേരെ വരുന്ന സമയത്ത് ഇറാൻ അവരുടെ അവസാന ആയുധങ്ങൾ മുഴുവൻ എടുത്ത് പ്രയോഗിക്കുന്ന മുഴുവൻ അറബ് രാജ്യങ്ങൾക്ക് നേരെയായിരിക്കും. സ്വാഭാവികമായിട്ടും അറബ് രാജ്യങ്ങൾ കത്തും. ആ ഒരു സാഹചര്യത്തിൽ യുദ്ധം സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. ഒരുപക്ഷെ ന്യൂക്ലിയർ ആയുധങ്ങൾ ഉപയോഗിക്കേണ്ടി വരും. ആരുപയോഗിക്കും? പാകിസ്ഥാൻ ഉപയോഗിക്കും. പാകിസ്ഥാൻ്റെ ന്യൂക്ലിയർ ആയുധങ്ങൾ അമേരിക്കയുടെ നിയന്ത്രണത്തിലാണുള്ളത്. അസിം മുനീറിനെ കുറേ നാളായിട്ട് വീട്ടിലെ പട്ടിയെ പോലെ ട്രംപ് കൊണ്ടു നടക്കുന്നത് ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ്. ഇവരിതൊക്കെ മുൻപിൽ കണ്ട് പ്രവർത്തിക്കുന്നതാണ്. പാകിസ്ഥാനിലെ ന്യൂക്ലിയർ ആയുധങ്ങളുടെ നിയന്ത്രണം സർക്കാരിനല്ല, പട്ടാളത്തിനാണ്, അസിം മുനീറിനാണ്. അസിം മുനീറിനെ കച്ചവടത്തിൽ പങ്കാളിയാക്കിയും മറ്റു തരത്തിൽ പങ്കാളിയാക്കിയും ട്രംപ് അക്ഷരാർത്ഥത്തിൽ പെടുത്തി ഇട്ടിരിക്കുകയാണ്. കൂടാതെ സൗദി അറേബ്യയുമായിട്ടുള്ള ഈ കരാറും അസിം മുനീർ അക്ഷരാർത്ഥത്തിൽ പെട്ടുകിടക്കുകയാണ്. അപ്പം അസിം മുനീറിനെ സംബന്ധിച്ച് അവരുടെ കയ്യിലുള്ള ആണവായുധം ഇറാന് നേരെ പ്രയോഗിക്കേണ്ടി വരും. അമേരിക്കയും ഇസ്രായേലും ടോട്ടലി സേഫാണ്. അവർ ആണവായുധങ്ങൾ പ്രയോഗിച്ചിട്ടില്ല. ഒരു ഇസ്ലാമിക രാജ്യം വേറൊരു ഇസ്ലാമിക രാജ്യത്തിന് നേരെ ആറ്റമിക് ബോംബ് ഉപയോഗിച്ചു, ആർക്കും ഒരു പ്രശ്നവുമില്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്രമൈസ് ആക്കിക്കൊള്ളും, അല്ലെങ്കിൽ കോംപ്ലിമെൻ്റ് ആക്കിക്കൊള്ളും. അതോടെ ആ പ്രശ്നം തീരും. ഇതാണ് വാസ്തവത്തിൽ പാകിസ്ഥാൻ പെട്ടുപോയ കുരുക്ക്. ഈ കുരുക്ക് പാകിസ്ഥാൻ ഇറാനോട് വിശദീകരിച്ചു കൊടുക്കുകയും എങ്ങനെയെങ്കിലും രക്ഷിക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലുണ്ടായ വെടിനിർത്തലാണ് ഇത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കി വരുന്നത്. കാരണം പാകിസ്ഥാൻ പറയുന്ന ഒരു സ്ഥലത്തും ഇത് നിൽക്കുന്നില്ല. ലെബനോനെ സംബന്ധിച്ച് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇന്നലെയും പറഞ്ഞു, ലെബനോൺ പാക്റ്റിൻ്റെ ഭാഗമാണ്. ഇസ്രായേൽ പറഞ്ഞു അത് അയാൾ നടത്തിയാൽ മതി, ഞങ്ങൾക്കതുമായിട്ട് ബന്ധമില്ല. അപ്പോൾ ഇറാൻ പറയുന്നു ലെബനോൺ ഇതിൻ്റെ ഭാഗം അല്ലെങ്കിൽ പിന്നെ ഹോർമൂസ് കടലിലേക്ക് തുറക്കുന്ന പ്രശ്നമില്ല. ഇന്നലെ കുറച്ച് നേരം തുറന്നു വെച്ചു, വീണ്ടും ഒരു കൂട്ടി. അത്യന്തികമായിട്ട് എന്താ സംഭവിക്കാൻ പോകുന്നത്? യുദ്ധം നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ സാധ്യത യുദ്ധം റീസ്റ്റാർട്ട് ചെയ്യാനാണ്. യുദ്ധം റീസ്റ്റാർട്ട് ചെയ്താൽ നിശ്ചയമായും ഇതിനകത്ത് ഇത് തീർക്കാൻ ശ്രമിച്ച ഒരു പാർട്ടി എന്നിട്ട് ഞങ്ങൾ നോക്കിയിട്ട് നടന്നില്ല, ഇനി ഞങ്ങൾക്കും നിങ്ങളോട് യുദ്ധം ചെയ്തേ മതിയാവൂ എന്നതിൽ പാകിസ്ഥാൻ യുദ്ധത്തിന് ഇറങ്ങേണ്ടി വരും. പാകിസ്ഥാൻ യുദ്ധത്തിന് ഇറങ്ങിയാൽ ഈ കളിയുടെ ചിത്രം മാറും. പാകിസ്ഥാനെ കൊണ്ട് അമേരിക്ക അവർക്ക് ചെയ്യിക്കേണ്ടതെല്ലാം അവർ ചെയ്യും. അവിടെയാണ് ഇപ്പോൾ ഈ യുദ്ധം പോയി നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കുക.